എല്ലാ ടീച്ചർമാരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വീക്ക് സ്റ്റുഡൻസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയ ടീച്ചർമാർ എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നിങ്ങൾ പുതിയ ടീച്ചർമാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടി എന്തുകൊണ്ടാണ് പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് എന്ന കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. വീട്ടിലെ സിറ്റുവേഷൻ ആണോ പ്രശ്നം, അതല്ല ഫ്രണ്ട് സർക്കിൾ ആണോ പ്രശ്നം? ഇതൊക്കെ ടീച്ചർ എന്തായാലും കണ്ടുപിടിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വീക്ക് സ്റ്റുഡൻസ് എപ്പോഴും പിറകിലോട്ട് വലിയാനാണ് ശ്രമിക്കുക. നമ്മൾ ടീച്ചർമാരിൽ നിന്നും നമ്മുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് അവര് പലപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം? അങ്ങനെ പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ നിങ്ങൾ ഒരു ഇന്റലിജന്റ് ആയ കുട്ടിയുടെ അടുത്ത് തന്നെ ഇരുത്തുക. അത് മാത്രമല്ല, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ആ കുട്ടിയെ ഇരുത്തുക. അപ്പോ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, പഠിക്കുന്ന കുട്ടി കൂടെ ഉണ്ടാവും, അതേസമയം നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഈ കുട്ടിയുടെ മുകളിൽ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിയുടെ പഠിത്തത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറയാനുള്ള കാരണം ചിലപ്പോൾ ഇതായിരിക്കാം. അതായത്, നിങ്ങൾ ടീച്ചർമാർ ഒരു കാര്യം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പുതിയ കാര്യം പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് അതൊന്ന് ചെറിയ തോതിൽ റിവൈസ് ചെയ്തതിന് ശേഷം വേണം പുതിയത് തുടങ്ങാൻ. അതുപോലെ ഈ വീക്ക് സ്റ്റുഡൻസിന് ഫിസിക്കൽ പണിഷ്മെന്റ് ഒരിക്കലും കൊടുക്കരുത്. അതേസമയം അവർ ചെയ്ത നല്ല കാര്യങ്ങളെ വളരെയധികം പ്രശംസിക്കുക. ലെസണുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കണം. അതുപോലെ കുട്ടികളുടെ പേരൻസുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. കാരണം കുട്ടികൾ വീട്ടിൽ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പേരൻസ് വഴിയാണ് അറിയേണ്ടത്. അപ്പൊ പേരൻസുമായും നല്ലൊരു ബന്ധം തന്നെ നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.